ഹലോ ഗായ്സ്, വെൽക്കം ടു മിഡ് ഹെഡ് അപ്പ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് അബ്യൂസ് ആണ്. സോ ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാത്ത ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ ഡ്രഗ് അബ്യൂസിന്റെ ഡെഫിനേഷൻ അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രഗ് അബ്യൂസിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീങ് ആണ്. ഞാനിത് കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ഇത് കഴിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുക. പിന്നെ അത് മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ അധികമായി കഴിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ. ദ കൺസെപ്ഷൻ ഓഫ് എ ഡ്രഗ് റിപ്പീറ്റ്ലി ടു പ്രൊഡ്യൂസ് പ്രൊഫൗണ്ട് എഫക്ട് ഓൺ മൂഡ് ആൻഡ് ഫീലിംഗ് ഓഫ് വെൽബീങ് ഓൾ ത്രൂ ദേ ആർ നോട്ട് റിക്വയർഡ് ഫോർ ദ പേഷ്യന്റ് ഫോർ പെർട്ടിക്കുലർ ഡിസീസ് ബട്ട് ദേ ആർ ഗിവൺ അപ്പാർട്ട് ഫ്രം മെഡിസിൻ നീഡ് ഓർ അൺനെസസറി ക്വാണ്ടിറ്റി. സോ ഞാൻ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതിയാവും. സോ നമ്മൾ ഡ്രഗ് അബ്യൂസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാൻ പോവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് യൂസ് ഫോർ പ്രസന്റ് ഇൻ കോമൺലി യൂസ്ഡ് ബിവറേജസ്. സോ നമ്മൾ കുടിക്കുന്ന ബിവറേജസ് ഇല്ലേ, കഫീൻ ഇൻ ടീ, കോഫി, കോൾഡ് ഡ്രിങ്ക് ഒക്കെ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ ചില ആൾക്കാർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദന വരിക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചായ നിർബന്ധമാണ്, കാപ്പി നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റാണ്ടാവുക. അപ്പോൾ അതേപോലെ തന്നെ ബിവറേജസുകൾ, കോമൺലി കാണുന്ന ബിവറേജസുമായിട്ട് അഡിക്റ്റ് ആവുക. എക്സാമ്പിൾ കഫീൻ ഒക്കെയാണ് എക്സാമ്പിൾ വരിക. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാരൊക്കെ ഈ ടൊബാക്കോയുടെ ഒക്കെ ഡിഫറെൻറ്റ് ഫോർമുലേഷൻ ഒക്കെ കഴിക്കാറുണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ അവർക്ക് ബേസിക്കലി എന്താണ്, ഒരു നല്ലൊരു സ്റ്റേറ്റ് ഓഫ് വെൽബീങ് വരുന്നവർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് വരുന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി സിഗരറ്റ് വലിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഈഥൈൽ ആൽക്കഹോൾ ആണ്. സോ ഈഥൈൽ ആൽക്കഹോൾ നമുക്കറിയാം മെഡിസിൻ യൂസ് ഉണ്ട്, എന്നാൽ തന്നെയും ഒരു ബീവറേജിന്റെ അണ്ടറിൽ വരുന്നൊരു കാറ്റഗറിയാണ് ഈഥൈൽ ആൽക്കഹോൾ. ഒരു റിപ്പീറ്റ് ആയിട്ട് കൺസപ്ഷൻ ചെയ്യുന്ന ആൾക്കാരിൽ ഡിപ്പെൻഡൻസും ടോളറൻസും ഉണ്ടാവാറുണ്ട്. സോ ഈവൻ ദോ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്നൊരു തോന്നലിലേക്ക് പോകാറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സൊസൈറ്റിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലേ. സോ ഇതിൽ ആൽക്കഹോൾ അത്രേ നമുക്ക് പറയാനുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ അല്ലേ, ട്രാൻസ്ക്ലേസേഴ്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. സോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിലായിരിക്കും കൊടുക്കേണ്ടാവുക. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരിത് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ ഡോക്ടറിനോട് ഡിമാൻഡ് ചെയ്യും, എനിക്ക് തന്നാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ബേസിക്കലി പ്രിസ്ക്രൈബ് ഡ്രഗിലും അബ്യൂസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബാൻ ഡ്രഗ് ആണ്. നമ്മൾ ഉപയോഗിക്കാറില്ല, നമ്മൾ മെഡിസിൻ യൂസ് നമ്മൾ ചെയ്യാറില്ല. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ പിടിക്കുന്ന സാധനങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെറോയിൻ, കൊക്കൈൻ ഒക്കെയാണ്. ഹെറോയിനൊക്കെ നമ്മൾ മെഡിസിൻ യൂസിൽ ചെയ്യാറില്ല. സോ ഫിസിക്കൽ ഡിപ്പെൻസ് ഉണ്ടാവാറുണ്ട്, സൈക്കോളജിക്കൽ ഡിപ്പെൻസ് ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ മാനുഫാക്ചറിങ്, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇന്ത്യയിൽ ബാൻഡ് തന്നെയാണ്. പിന്നെ കൊക്കയാണ്. സോ കൊക്കൈൻ അറിയാം പ്ലാന്റ് സോഴ്സ് ആണ്, ഹൈലി അഡിക്റ്റ് ആവുന്ന, ഫിസിക്കലും സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് കൊക്കൈൻ. സോ നിങ്ങൾ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഹാലൂസിനോജൻ ആണ്. ഇത് നമ്മളെ ഇവിടെ ബാൻഡ് ആണ്, നമ്മൾ ഉപയോഗിക്കാറില്ല. സോ LSD ആണ്, ലൈസോജനിക് ആസിഡ് ഡൈ ഈത്തലമൈഡ് ആണ്. സോ ഹാലൂസിനോൺ ആണ്. ഗഞ്ച, ചരാസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരിക. സോ ഇത് നമ്മുടെ ബിഹേവിയർ, പെർസെപ്ഷൻ നമ്മുടെ സെൻസ് ആണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താം, നമ്മുടെ മൂഡിൽ മാറ്റം വരുത്താം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഹാലൂസിനോൺ വരിക. സോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിറ്റോക്സിഫിക്കേഷൻ ആണ്. അതായത് പേഷ്യന്റ് ആ ഡ്രഗുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും, അത് നമ്മൾ കുറയ്ക്കുക തന്നെ വേണം. രണ്ടാമത്തെ റീഹാബിലിറ്റേഷൻ ആണ്. റീഹാബ് ചെയ്യുക, ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും അണ്ടർലൈങ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റിലാപ്സ് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ ഡിറ്റോക്സിഫിക്കേഷന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം മെന്റലി ഉണ്ടാവും, ഫിസിക്കലി ഉണ്ടാവും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറയ്ക്കുക. അപ്പം ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രീറ്റ്മെന്റ് ആസ്പെക്റ്റിൽ രണ്ടുമാണ്, ഡിറ്റോക്സിഫിക്കേഷനും റീഹാബിലിറ്റേഷനുമാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചോളാം. ഇനി ഡിറ്റോക്സിഫിക്കേഷൻ പറയാം. ഡിറ്റോക്സിഫിക്കേഷൻ വെച്ചാൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് മുതൽ തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ബേസിക്കലി 10 മുതൽ 21 ദിവസം വരെയാണ് വരിക. ഇവിടെ പേഷ്യന്റിനെ നമ്മൾ ചിലപ്പോൾ കിടത്തി ചികിത്സിക്കാറുണ്ട്, ഡിപ്പെൻസ് അപ്പോൺ ദ സിവിയറിറ്റി കേട്ടോ. അതുമാത്രമല്ല ഔട്ട് പേഷ്യൻ്റ് ഇടപെടാറുണ്ട്. സോ അവർക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് റീഹാബ് ആണ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയാണ് ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ റീഹാബിലിറ്റേഷൻ ഇൻക്ലൂഡിങ് ഡിറ്റോക്സിഫിക്കേഷന് കമ്പൈൻ ചെയ്താൽ പറയുക. അപ്പം
ഫസ്റ്റ് ഓഫ് ഓൾ റീഹാബിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആദ്യത്തെ 10 മുതൽ 20 ദിവസത്തിൽ നമ്മൾ ഡിടോക്സിഫിക്കേഷൻ വിഡ്രോവൽ നടത്തിയതിന് ശേഷമുള്ള സിംറ്റംസിനെയൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. നമുക്കറിയാം ഒപ്പിയേറ്റ്, മോർഫിൻ, ഹെറോയിൻ, പെത്തൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഓഫ് ഹാൻഡ്, ഫീറ്റ്, സ്കാൽപ്പ്, ഐലിഡ്, പിൻ പോയിന്റ്, പ്യൂപ്പിളൊക്കെ മാറിപ്പോവുക. അപ്പോൾ സോ നാർക്കോട്ടിക് അനാൽജസിക്സിൽ വരുന്ന ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസിനെ ആകണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയുള്ള സിംറ്റംസ് വേണം നമ്മൾ ശ്രദ്ധിച്ച് കുറയ്ക്കേണ്ടിയും വരിക. സോ നാർക്കോട്ടിക് അനാൽജസിക്സ് ഓവർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ഒന്ന് ഇമ്പോർട്ടൻ്റ് ആകും, മെയിലിന് ഇൻഫെർട്ടൈൽ ആകുന്നു, കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, പൾമണറി എഡിമ ഉണ്ടാകും, ഫിസിക്കൽ ഡിസേബിലിറ്റി ഉണ്ടാകാം, പിന്നെ ഇംപെയർഡ് ഓക്യുപ്പേഷണൽ അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ വീട്ടിലൊക്കെ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ ജോലിക്കൊന്നും പോകാണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. സോ ടോളറൻസ് വരാം, പിന്നെ അത് മാത്രമല്ല കൂടുതൽ ഡ്രഗ് കഴിക്കാൻ വേണ്ടിയുള്ള തോന്നൽ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. സോ വിഡ്രോവൽ സിംറ്റം എല്ലാവർക്കും അറിയാം. സോ വിഡ്രോവൽ സിംറ്റം ഭയങ്കര ഒരു റിഗ്രസ് ആയിട്ടുള്ള അജിറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും കേട്ടോ ഉണ്ടാവുക. ആദ്യം നമ്മൾ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്ത് ആദ്യത്തെ 8 മണിക്കൂർ മുതൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡോസിൽ നിന്ന് 8 മണിക്കൂർ എന്ന് പറയുന്നത് പീക്ക് പോയിന്റ് ആണ്. ആ സമയത്ത് ഉറക്കം വരിക, അല്ലെങ്കിൽ മൂക്കൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുവരിക, കരയുക, ഭയങ്കരമായിട്ട് വേർക്കുക. പിന്നെ ഒരു 24 മുതൽ 28 മണിക്കൂറായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഛർദ്ദിക്കുക, പിന്നെ ഡയറിയ വരിക, ഹൈപ്പർ ടെൻഷൻ വരിക, ഫീവർ വരിക, പിന്നെ ക്രാമ്പുകൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് ബോഡിയിൽ നിന്ന് ക്ലിയർ ആകുന്ന, ബോഡിയിൽ നിന്ന് ആ ഡ്രഗ് നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഡ്രഗ് അബ്യൂസിന് കാരണമായിട്ടുള്ള ഡ്രഗ് റിമൂവ് ആകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഡിപ്പെൻഡൻസും റിലാപ്സും ഒക്കെ അവിടെ കാണിച്ചുകൊണ്ട് ഇരിക്കും എന്നുള്ളതാണ്. സോ ബേസിക്കലി ബോഡിയിൽ നിന്ന് ആ ഡ്രഗിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രൈമറിലി ചെയ്യേണ്ടത് കേട്ടോ. ട്രീറ്റ്മെന്റ് ആണ്. സോ ഫാർമക്കോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ മെത്തേഡ് ചെയ്യാം. അതിൽ ഫാർമക്കോളജിക്കൽ മീൻസ് ഡ്രഗ് യൂസും, സൈക്കോളജിക്കൽ മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർസെപ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ രണ്ടും കോമ്പിനേഷൻ മെത്തേഡിലും കൊടുക്കാറുണ്ട്. കൗൺസിലിംഗ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. സൈക്കോളജിക്കൽ മീൻസ് കൗൺസിലിംഗ് തന്നെയാണ്. ഫാർമക്കോളജിക്കൽ ഇൻ ദ സെൻസ് നമ്മൾ മരുന്നുകൾ കൊടുക്കുകയാണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ഓറൽ ഡോസ്, ഈ മെത്തനോൺ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഹെറോയിൻ വിഡ്രോവലിന് വേണ്ടി മെത്തനോൺ കൊടുക്കാറുണ്ട്. 30 mg മെത്രോൺ ആണ് യൂഷ്വലി കൊടുക്കാട്ടോ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. മേ ബി വേണമെങ്കിൽ ചോദിക്കാം, നമ്മൾ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? അപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ്, ഹെറോയിന് കൊടുക്കുന്നത് മെത്രോൺ ആണ്, 30 mg ആണെന്ന് നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ് കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ആണ്, കഥ പോലെ കേൾക്കാവുന്നേ ഉള്ളൂ. സോ ജനറൽ ഡിപ്രസൻസ് ആണ്. സോ ആൽക്കഹോൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും നമ്മുടെ ഈ സൊസൈറ്റിനെ ബാധിക്കുന്ന ഒരു സാധനം. സോ അത് ഓൾറെഡി അറിയാമല്ലോ. സോ ടോളറൻസ് അധികം കൂടുതലുള്ള സാധനമാണ്. ടോളറൻസ് എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ, ഹയർ ഡോസ് എടുക്കാൻ തോന്നുന്ന ഒരു രീതിയാണ് ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോർ കഴിക്കാനായിട്ട് തോന്നുന്നതാണ്. സോ ജനറൽ ഡിപ്രസൻസിൽ നോർമലി കാണുന്ന പ്രശ്നങ്ങൾ മാലബ്സോർപ്ഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ ഹെപ്പാറ്റിക് സെൽ ഡാമേജ്, സിറോസിസ്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ക്രോണിക് ഡയറിയ ഒക്കെയാണ്. കോംപ്ലിക്കേഷൻ ഡെലീരിയം, ട്രെമർ, ഹൈപ്പോഗ്ലൈസീമിയ, കൺവൽഷൻ ഡിസോർഡർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. സോ വിഡ്രോൾ സിംറ്റം അറിയാമല്ലോ. സോ ഒരേ സമയത്ത് അജിറ്റേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ ബോഡിക്ക്. സോ ഇത് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ്. 6 മുതൽ 8 മണിക്കൂർ ലാസ്റ്റ് ഡ്രിങ്ക് കഴിച്ചു നിന്ന് 6 മുതൽ 8 മണിക്കൂർ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സ്വെറ്റിംഗ് വരിക, ഇൻസോമിനിയ വരിക, ഹെഡ് ഏക്ക് വരിക, മസിൽ ട്വിച്ചിങ് വരിക, ഡയറിയ വരിക. പിന്നെ ആദ്യത്തെ ഇനിഷ്യൽ ഒരു 40 to 50 അവേഴ്സിൽ തന്നെ ഭയങ്കര സിംറ്റംസ് വീണ്ടും കൂടി തുടങ്ങും. പിന്നെ അത് ആ ഒരു സിംറ്റംസിന്റെ എഫക്റ്റ് 2 to 3 ഡേയ്സ് വരെ ഇങ്ങനെ ലോങ്ങിൽ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഹാലൂസിനേഷൻ വരാം, ഡിസോറിയന്റേഷൻ വരാം, അല്ലെങ്കിൽ ഡെലീറിയം, ട്രെമർ, അജിറ്റേഷൻ. അപ്പം അവർക്ക് പറ്റില്ല, അത് ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറി വേണമെങ്കിൽ പോകാം എന്നുള്ളതാണ്. സോ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇവർ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻ്റ് ആകും. സോ എക്സ്പെഷ്യലി തൈമിൻ, നിക്കോട്ടിനിക് ആസിഡ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആകും. സോ അത് ഓവർകം ചെയ്യുക. സെഡേറ്റീവ് ലൈക്ക് ക്ലോ, ഡൈസപ്രോക്സൈഡ്, ഡൈസപ്പാം ഒക്കെ കൊടുക്കാം. അത് മാത്രമല്ല ഡ്രഗ് ലൈക്ക് ഡൈസൾഫീറാം ഒരു 0.5 ഗ്രാം വെച്ച് നമുക്ക് കൊടുക്കാം. ആൻഡ് മെട്രോണിഡസോളും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഡൈസൾഫീറാം 0.5 ഗ്രാം പെർ ഡേ ആൻഡ് മെട്രോണിഡസോളും നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ സെഡേറ്റീവ്സ് കൊടുക്കാം എന്നുള്ളതാണ്. ആൻഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എക്സ്പെഷ്യലി തൈമിൻ ആൻഡ് നിക്കോട്ടിനിക് ആസിഡും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബാർബിറ്റുറേറ്റ്സ് ആണ്. സോ ബേസിക്കലി ബാർബിറ്റുറേറ്റ്സ് ഉപയോഗിക്കാൻ നമുക്ക് വെറുതെ പോയി വാങ്ങാൻ പറ്റില്ല, പേഷ്യൻസ് ആയിരിക്കും കൂടുതലും വാങ്ങാം. സോ ബാർബിറ്റുറേറ്റ്സ് കഴിക്കുന്നത് ഇൻസോമിനിയ, ഉറക്കമില്ലായ്മ,
ഒക്കെയാണ് കഴിക്കുക. പിന്നെ അത് കഴിക്കുമ്പോൾ ടോളറൻസ് വരികയും പിന്നെ അധികം ഡോസ് കൂട്ടി കൂട്ടി കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ലീപ്പ് പാറ്റേൺ മാറുന്നു. പിന്നെ അത് മാത്രമല്ല സൈക്കോമോട്ടർ ഫങ്ഷൻസുകൾ മാറുന്നു എന്നുള്ളതാണ്. സോ കുട്ടികൾ തന്നെ റിക്കറ്റ്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ബാർബിച്ചുറേറ്റ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ വിഡ്രോവൽ സിംറ്റം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണോ ബാർബിച്ചുറേറ്റ്സ് കഴിച്ച് ഫസ്റ്റ് 36 hours, ലാസ്റ്റ് ഡോസിന്റെ 36 hours നൗസിയ, വോമിറ്റിംഗ്, വീക്ക്നെസ്, അനറക്സിയ, ഇൻസോംനിയ, വെയിറ്റ് ലോസ്, ഹൈപ്പോടെൻഷൻ, ആങ്സൈറ്റി, മസിൽ ട്വിച്ചിങ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതിനുശേഷം പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈൻസുകൾ ബോഡി കാണിച്ചു തുടങ്ങും. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർവിഷനിലായിരിക്കണം ഡിറ്റോക്സിഫിക്കേഷനും അതിനുശേഷമുള്ള റീഹാബും നമ്മൾ ചെയ്യേണ്ടത്. സോ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ ഉള്ളത് തന്നെയാണ് ബാർബിച്ചുറേറ്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല, കാര്യം അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ്. സോ ട്രീറ്റ്മെന്റ് നമ്മൾ ബേസിക്കലി വിഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കുക, ഡോസ് കുറച്ച് വരിക, സൈക്കോതെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഹാലൂസിനോജൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ LSD ഒക്കെയാണ് നമുക്ക് വരിക. സോ ഇത് സൈക്കോട്ടോമിമെറ്റിക് ആണ് കേട്ടോ. സൈക്കോട്ടോമിമെറ്റിക് ആണ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് നോർമലി എങ്ങനെയാണോ സൈക്കോസിസ് ഉണ്ടാവുന്നത് അതിനെ മിമിക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സൈക്കോ മിമിക് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ അതേപോലെ ഒരാൾക്ക് സൈക്കിക് പ്രശ്നങ്ങൾ വന്നാൽ അവരെന്തോ കാണിക്കുമോ അതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഹാലൂസിനോജൻ കാരണം എന്ത് ചെയ്യും, കാണിക്കും എന്നുള്ളതാണ് ഈ LSD ഏറ്റവും വലിയൊരു പ്രശ്നം. സോ LSD എന്ന് വെച്ചാൽ ഒരു കോമൺ ഡ്രഗ് അബ്യൂസ് തന്നെയാണ്. 20 to 25 മൈക്രോഗ്രാം മാത്രം 8 മുതൽ 12 മണിക്കൂർ എഫക്റ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ബ്ലഡ് വിഷൻ വരിക, ഷേപ്പ്, കളർ, ഡിസോറിയന്റേഷൻ വരിക, ഡിസിനസ് വരിക, മസിൽ വീക്ക്നെസ് വരിക, ഹാർട്ട് റേറ്റ് കൂടുക, ഡ്രൈ മൗത്ത്, നൗസിയ, വോമിറ്റിംഗ്, ട്രമേഴ്സ് ഒക്കെയാണ്. സോ എല്ലാം നമ്മൾ പറയുന്ന പോലെ ആകാശ്, ട്വിങ്ക്ലിംഗ് സ്റ്റാർ അതൊക്കെ തന്നെയാണ് വരുന്നത്. ഇച്ചിരി പ്രശ്നമുള്ള സാധനമാണ് ഹാലൂസിനോജൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്നതും ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നതും ഹാലൂസിനോജൻ തന്നെയാണ്. സോ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജിക്കൽ എഫക്ട്. ഹാലൂസിനോജൻ ഡ്രഗിന് ബേസിക്കലി ഒരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സിസ്റ്റ് ചെയ്യുന്ന വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ആന്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രൊമാസിനോ അല്ലെങ്കിൽ നമുക്ക് പേഷ്യന്റെ മെന്റൽ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഹാലൂസിനോജൻ കൊടുക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ, ആ അവസ്ഥയെ നമ്മൾ കാം ഡൗൺ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ മിമിക് ചെയ്യിപ്പിക്കാൻ തരത്തിൽ നമ്മൾ ആദ്യം മിമിക് ചെയ്യിപ്പിക്കും, പിന്നെ നമ്മൾ തന്നെ കാം ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ആ വിഡ്രോവലിൽ പറയാൻ. ട്രീറ്റ്മെന്റ് സപ്പോർട്ട് എൻവയോൺമെന്റ് ആന്റി ആങ്സൈറ്റി ആൻഡ് സെഡേറ്റീവ് ഡ്രഗ് ആണ്. കൂടുതലും ഈ പേഷ്യൻസിനെ സെഡേഷൻ കൊടുത്ത് അവർക്ക് സെഡേറ്റീവ് ആക്കി കടത്തുകയാണ് ചെയ്യുക. കാര്യം സെഡേറ്റീവ് ആകുമ്പോൾ വിഡ്രോവൽ ടൈം സെഡേഷനിൽ തന്നെ അങ്ങ് മുമ്പോട്ട് പോകും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് ആണ്. സോ ആംഫിറ്റമൈൻ ആൻഡ് കൊക്കൈൻ ആണ്. സോ ഇതും ഇതുപോലെ തന്നെയാണ്. ആംഫിറ്റമൈനും കൊക്കൈനും വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. സൈക്കോസിസ്, ഹാലൂസിനോജനേഷൻ, അതുമാത്രമല്ല ആങ്സൈറ്റി, ഫീവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലാ പ്രശ്നത്തിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ. സോ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. സോ അത് ലാസ്റ്റ് ഒരു ഫ്യൂ വീക്സിൽ ലാസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഒരുപാട് പ്രശ്നങ്ങൾ, ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. അവർ അഡിക്ഷനിലേക്കൊക്കെ പോയി ടോളറൻസ് ഒക്കെ ഉണ്ടായിട്ട് റിക്കവറി പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് അപ്രോച്ച് തന്നെ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ പറയാൻ പോകുന്ന ട്രീറ്റ്മെന്റ് ആണ്. സോ സിമ്പത്തോമിമെറ്റിക് സ്റ്റിമുലൻസ് വേണമെങ്കിൽ കൗൺട്രാക്ട് ചെയ്യാം ബൈ ഹാലോപെറിഡോളോ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്രസിംഗ് ഡ്രഗ്സ് കാരണമോ എന്ത് ചെയ്യാം, കൗൺട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവർ തന്നെ സ്വന്തമായിട്ട് ആംഫിറ്റമൈനോ കൊക്കൈനോ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവിടെ കൗൺട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ്, ന്യൂമോണിയ അല്ലെങ്കിൽ ആംഫിറ്റമൈൻ സൈക്കോസിസ്, അതായത് ആംഫിറ്റമൈൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് സൈക്കോസിസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഹോസ്പിറ്റലൈസേഷൻ നിർബന്ധമായിട്ടും വേണം. പിന്നെ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻ ലൈക്ക് ഡെസ്പ്രാമിൻ ഒക്കെയാണ് നോർമലി ലോങ് സ്റ്റാൻഡിങ് ഡിപ്രഷനിലൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓൾസോ റെക്കമെൻഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൗൺട്രാക്ഷൻ്റെ ഓൾറെഡി പറയുന്നുണ്ട്. ഹാലോപെറിഡോളോ അല്ലെങ്കിൽ അത് ഡിപ്രസിംഗ് ഡ്രഗ്സ് ഒക്കെ ഉണ്ട്, ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. ആംഫിറ്റമിനോ കൊക്കൈനോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ട്. ആ പോയിന്റ് നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. സോ ഡ്രഗ് ടോളറൻസ് ആണ്. സോ ബേസിക്കലി ടോളറൻസ് നിങ്ങൾക്ക് അറിയാം, ലാർജ് ഡോസ് എടുക്കാൻ വേണ്ടി തോന്നുന്നതാണ്. ഇനി മെറ്റാബോളിക് ടോളറൻസ് ആണ്. അതായത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഡിസ്പോഷൻ ഓഫ് എ ഡ്രഗ് ഓൺ എ ക്രോണിക് യൂസ്. അധികമായി ഉപയോഗിച്ച് വരുന്നതാണ് മെറ്റാബോളിക് ടോളറൻസ്. പിന്നെ നമുക്കത് ഒന്നും ആവാണ്ട്
ഇല്ലാണ്ടാവുന്ന രീതിയിലേക്ക് മാറുന്നതാണ് കേട്ടോ. സോ ബിഹേവിയർ ടോളറൻസ് ആണ് ഇത്. പേര് പറയുന്ന പോലെ തന്നെ എബിലിറ്റി ടു കോമ്പൻസേറ്റ് ഓഫ് ദ ഡ്രഗ് എഫക്റ്റിനനുസരിച്ച് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും കേട്ടോ. ഇനി ഫങ്ഷണൽ ടോളറൻസ് ആണ്. സോ ഇറ്റ് റെപ്രസെന്റ് കോമ്പൻസേറ്ററി ചേഞ്ച് ഇൻ റിസപ്റ്റർ, എൻസൈം ഓർ മെംബ്രെയിൻ ആക്ഷൻ ഓഫ് എ ഡ്രഗ്. ഈ ഡ്രഗുകൾ വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, റിസപ്റ്ററിൽ വന്ന് സൈറ്റിൽ വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. എൻസൈം നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ, മെംബ്രെയിൻ ആക്ഷൻ ഒക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചേഞ്ചസ് വരിക, അത് ഡ്രഗിന് പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റില്ല, വന്ന് അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സുകൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന മെക്കാനിസം ഓഫ് ടോളറൻസ് ആണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത് രണ്ടെണ്ണമാണ്, ഫാർമോകൈനറ്റിക്കും ഉണ്ട് ഫാർമക്കോ ഡൈനാമിക്കും ഉണ്ട്, ഡ്രഗ് അല്ലെങ്കിൽ സെല്ലുലാർ. സോ ഫാർമോകൈനറ്റിക് ആണ് പറയുന്നതെങ്കിൽ ഡിസ്പോസിഷൻ ആണ്, കോൺസെൻട്രേഷൻ അറ്റ് സൈറ്റ് ഓഫ് ഡിക്രീസ്. അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഏത് സൈറ്റിലാണോ നമുക്ക് വരേണ്ടത് അവിടുത്തെ കോൺസെൻട്രേഷൻ കുറയുന്നു എന്നുള്ളതാണ്, പ്രോപ്പറായിട്ട് ബോഡിക്ക് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോ ഡൈനാമിക് ആണ്. അതിൽ ടോളറൻസ് ആണ്. സെൽ ഓർ ടാർജറ്റ് ഓർഗൻ ബിക്കം ലെസ് സെൻസിറ്റീവ്, അവർ സെൻസിറ്റീവ് ആവില്ല, ലെസ് സെൻസിറ്റീവ് ആവും. അപ്പോൾ വന്നതിൽ ഒരു മൈൻഡ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഇത് ആക്ഷൻ എന്താ കൊടുക്കേണ്ടതെന്നുള്ളവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുക, ഇല്ല എന്നുണ്ടെങ്കിൽ അവർ സെൻസിറ്റീവ് ആവില്ല. ഈ രണ്ട് രീതിയിലാണ് മെക്കാനിസം നോർമലി ഉള്ളത്. സോ ടോളറൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് നാച്ചുറൽ, അക്വേർഡ് ആൻഡ് ക്രോസ് ടോളറൻസ്. നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മൾ പാരമ്പര്യമായി കിട്ടുന്നത്. അക്വേർഡ് നമ്മൾ നമ്മുടെ റിപ്പീറ്റ് യൂസ് കാരണമോ നമ്മൾ എക്സ്പോസ് ആവുന്നത് കൊണ്ട് നമ്മൾ അക്വയർ ചെയ്യുന്നത്. ക്രോസ് ടോളറൻസ് എന്ന് വെച്ചാൽ ഫാർമക്കോളജിക്കലി റിലേറ്റഡ് ഡ്രഗുകളുമായിട്ട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഡ്രഗ് യൂസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫാർമക്കോളജിക്കലി ഡ്രഗ് റിലേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നമുക്ക് ടോളറൻസ് ഫോം ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇനി റാപ്പിഡ് ടോളറൻസ് ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ക്വിക്ക് സഡൻ സെഷനിൽ തന്നെ ടോളറൻസ് ഫോം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എഫിഡ്രിൻ, ടൈറാമിൻ, നിക്കോട്ടിനൊക്കെ റാപ്പിഡ്ലി കാണാറുണ്ട്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഈ ടോളറൻസ് കാണാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. അധികം ടൈം കൊടുത്ത് കേൾക്കേണ്ടോ പഠിക്കേണ്ടതൊന്നുമില്ല. പിന്നെ നമുക്ക് ക്ലിനിക്കൽ ആയതുകൊണ്ട് ക്ലിനിക്കൽ അപ്രോച്ച് മാത്രം നോക്കിയാൽ മതി. ഡ്രഗോ അല്ലെങ്കിൽ ഏത് രീതിയാണ് ജസ്റ്റ് മനസ്സിലാക്കുക. റീഹാബും ഡീടോക്സിഫിക്കേഷനും ആണ്. വിഡ്രോവൽ സിംറ്റംസ് നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും അധികമൊന്നുമില്ല. അപ്പം നെക്സ്റ്റ് കാണാം. ബൈ.